ആര് ജയിക്കുന്ന ഇപ്പൊ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അമൃത ജയിക്കും. ഒരു പിടിയില്ല. ഇവിടെ ശ്രീലേഖ തന്നെ ജയിക്കണം. ബി.ജെ.പി ജയിക്കണം. ഭരണം കിട്ടൂല, താമര വിരിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പൊ ഒരുപാട് വിരിഞ്ഞു. പക്ഷേ വലിയ ഭൂരിപക്ഷം കിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റൂല. അത് ജയിക്കണമെന്ന് പറയാൻ പറ്റൂല. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥയാണ്. ഞാൻ ഇവിടെയുള്ള ആളല്ല. എന്നാലൊരു ഉദ്ദേശം ഇടതുപക്ഷം ജയിക്കും എന്നുള്ള ഇതാണ്. ബാക്കിയുള്ള 3 പേരും കൂടെ വീതിച്ചെടുക്കും, അതാണ് സംശയം. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർഡ് എന്ന് പറയുന്നത് ശാസ്തമംഗലം വാർഡ് തന്നെയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ശ്രീലേഖ മാഡം ഇവിടെ സ്ഥാനാർത്ഥിയായി BJPയുടെ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശ്രീലേഖ മാഡത്തിന്റെ ഉള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണ്, ജനങ്ങൾക്കിടയിലുള്ള റെസ്പോൺസ് എങ്ങനെയാണ്, പ്രവർത്തകർക്കിടയിലുള്ള അഭിപ്രായം എന്താണ് എന്ന് നമുക്ക് പ്രവർത്തകരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ ആര് ജയിക്കാനാണ്? ഇവിടെ ശ്രീലേഖ തന്നെ ജയിക്കണം, തീർച്ചയായിട്ടും. LDFന്റെ അതൊരു കോമ്പറ്റീഷൻ അതൊന്നുമില്ല. ഇവിടുത്തെ പ്രബുദ്ധരായ ശാസ്ത്രമംഗലത്തെ വോട്ടർമാർക്ക് അറിയാം ആർക്ക് വോട്ട് കൊടുക്കണമെന്നുള്ളത്. ആ ശ്രീലേഖയെ ആർക്കും അറിഞ്ഞൂടാ, അതിൽ എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥയാണ്. അവർക്ക് തീർച്ചയായും ഈ ശാസ്തമംഗലം ജംഗ്ഷനിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവരെ കിട്ടിയതിൽ ശാസ്തമംഗലം നിവാസികൾക്ക് ഒരു ഭാഗ്യ ചിഹ്നം തന്നെയാണ് താമര അടയാളം. ഇവിടെ ആർക്ക് ജയിക്കാനാണ്, ആര് ജയിക്കാനാണ് സാധ്യത? അമൃത ജയിക്കും. അമൃത ജയിക്കും. ഓപ്പോസിറ്റ് ശ്രീലേഖ ഒരു പ്രശ്നമല്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് ശ്രീലേഖ ഒരു പ്രശ്നമല്ല. അമൃത തന്നെ ജയിക്കും. ചേട്ടാ, ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത? ഇങ്ങനെ ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത? ആര് ജയിക്കാനെന്ന് പറഞ്ഞാൽ 3 പെണ്ണുകളെ കടും മത്സരത്തിൽ നിൽക്കുകയാണ്. ആര് ജയിക്കുന്ന ഇപ്പൊ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പലരും അവരവരെ ചോദിക്കുമ്പോൾ അവരവരെ പാർട്ടിക്കാർ ജയിക്കുമെന്ന് പറയും. ഇപ്പൊ എന്റെ അടുത്ത് BJP ജയിക്കും കേട്ടാ, പിന്നെ അരിവാളാണെങ്കിൽ അത് ജയിക്കും കേട്ടാ, പിന്നെ കൈ ആണെങ്കിൽ കൈ തന്നെ ജയിക്കും എന്ന് പറയണം. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചിട്ടൊന്നും പറയാറായിട്ടില്ല. എല്ലാം കടും മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കടും മത്സരമായിട്ട് ഒന്നും പറയാറായിട്ടില്ല. വ്യക്തിപരമായിട്ടൊന്നും പറയാനെന്ന് വെച്ചാൽ എല്ലാ പാർട്ടി, ഞാൻ പാർട്ടിക്കാരനല്ല, അതുകൊണ്ട് വ്യക്തിപരമായിട്ടൊന്നും പറയാനും പറ്റൂല. ചേട്ടാ, ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത? ഒരു പിടിയില്ല. നമുക്ക് ഒരു ഗ്രാഹ്യമില്ല. ചേട്ടാ, അത് നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ്. പക്ഷെ പ്രചാരണം കണ്ടിട്ട് നമ്മളൊക്കെ അഭിപ്രായത്തിൽ വന്നിട്ട് ഇവിടെ BJP ജയിക്കണമെന്നാണ്. BJP സാധ്യത BJPക്കാണ്. പക്ഷെ BJP ജയിക്കണം. കോർപ്പറേഷൻ നന്നാവണമെന്നുണ്ടെങ്കിൽ BJP ജയിക്കണം. അതാണ് മെയിൻ കാര്യം. അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ ഭരണം നമുക്ക് ഞങ്ങളൊക്കെ പ്രായത്തിലൊക്കെ ഭരണം കിട്ടൂല, താമര വിരിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഒരുപാട് വിരിഞ്ഞു. ഇനി നമ്മളെ തലമുറ കയറിക്കൊണ്ടാണ് പറഞ്ഞത്. പാർട്ടിയിൽ BJPയിലോട്ട് വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും വിരിയാതിരിക്കുകയില്ല. ഇവിടെ BJP ജയിച്ച് വന്നാല് ഇവിടത്തെ ഇത് നടക്കുള്ളൂ, കാര്യങ്ങളൊക്കെ നടക്കും. ആരാരും ഇപ്പൊ പറയാൻ പറ്റില്ല. കാര്യം ആരാണെന്നുള്ള നമുക്ക് 3 പേരെ ഇരിക്കുന്നുണ്ട്. 3 പേരും ജയിച്ചിട്ടാണെന്നാണ് എല്ലാരും വിചാരിക്കുന്നത്. നമ്മളിപ്പോ എല്ലാവരും ഇപ്പൊ ഒരേപോലെ പ്രചരിക്കാം. നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും 3 പേരും അതിൻ്റെതായ രീതിയിൽ നിൽക്കുന്നുണ്ട്. ആരാണ് ജയിക്കും എന്ന് പറയാൻ നമുക്ക് അപ്പൊ ഒരു കാരണവശാലും സാധ്യമല്ല. അല്ലെ, എല്ലാവരും ഈക്വലി വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് എല്ലാവരും അവരുടെ ഐഡിയാസും ഇതുമെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ശാസ്താംഗത്തെ വാർഡില് മിക്കവാറും BJP കൊണ്ടുപോകും. IPSന്റെ അല്ല, അത് ഒരു വനിതാ വാർഡായതുകൊണ്ട് ഒരു രീതിയിൽ അവിടെ ജയിക്കാനുള്ള സാധ്യത. പക്ഷെ വലിയ ഭൂരിപക്ഷം കിട്ടില്ല. കൂട്ടഭരണം വരുള്ളൂ. രണ്ടാമത് ഇടത് വരും. അതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പ്രചരണം കണ്ടിട്ട് എല്ലാവരും ഒരുപോലെ തന്നെ ടൈറ്റ് കോമ്പറ്റീഷൻ. അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെ ഒരു സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ആര് ജയിക്കണം വെച്ചാ എല്ലാവർക്കും നല്ല മെജോറിറ്റി ഉണ്ട്. ആര് ജയിക്കണമെന്ന് പറയാൻ പറ്റൂല. അതിനെ പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പ്രചരണം തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഇവിടെ ഒന്നും പറയാറായിട്ടില്ല. എന്നാലൊരു ഉദ്ദേശം ഇടതുപക്ഷം ജയിക്കും എന്നുള്ള ഇതാണ് കാണുന്നത്. പക്ഷെ നീ കുറച്ചുകൂടെ കഴിഞ്ഞാലേ അത് അറിയാൻ പറ്റും. ഇവിടെ ശാസ്തമംഗലം വാർഡിൽ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ടൈറ്റാണ്. ഇവിടുത്തെ പകുതി ഇടപ്പഴിഞ്ഞ് പാങ്ങോട് വാർഡിൽ പോയി. ബാക്കിയുള്ള 3 പേരും കൂടെ വീതിച്ചെടുക്കും, അതാണ് സംശയം.
പ്രവർത്തകർ എല്ലാവരും തന്നെ വളരെയധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. അത് കാരണം മറ്റൊന്നും കൊണ്ടല്ല, ശ്രീലേഖ മാഡം എന്ന് പറയുന്ന ഈ സ്ഥാനാർത്ഥി സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, അത് ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആത്മവിശ്വാസവും. ക്യാമറമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.